ബിഗ് ബോസ് മലയാളം സീസൺ 7 അഞ്ചാമത്തെ ആഴ്ചത്തെ എവിക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് കിട്ടിയിരിക്കുന്ന മറ്റൊരു അപ്ഡേറ്റിലേക്കാണ് പോകുന്നത്. ഈ ആഴ്ച ഓൾറെഡി 2 പേര് പുറത്തായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്നാമത് ഒരാളും കൂടി പുറത്തായിട്ടുണ്ട് എന്നാണ് അറിയാനായിട്ട് സാധിച്ചത്. കാരണം 15 പേരുടെ ഒരു നോമിനേഷൻ ലിസ്റ്റ് ആയിരുന്നു ഈ കഴിഞ്ഞ ആഴ്ചത്തേത്. ആകെ വൈൽഡ് കാർഡ് കണ്ടസ്റ്റൻസും പുതിയതായിട്ട് വന്ന വൈൽഡ് കാർഡ് കണ്ടസ്റ്റൻസും അതേപോലെ തന്നെ ക്യാപ്റ്റൻ ആയിട്ടുള്ള നെവിനും ഒഴികെ ബാക്കി 15 പേരും നോമിനേഷനിൽ ഉണ്ടായിരുന്നു. അതിൽ തന്നെ ഇന്നലത്തെ എപ്പിസോഡിന്റെ അകത്ത് നമ്മൾ അപ്പാനിഷത്ത് പുറത്താവുന്നതും അതേപോലെ തന്നെ രേണുസുതി പുറത്താവുന്നതായിട്ടും കണ്ടിരുന്നു. രേണുസുതിനെ ലാലേട്ടൻ വിളിച്ചോണ്ടാണ് പോയത്. ലാലേട്ടൻ ഓണം എപ്പിസോഡിന്റെ ഭാഗമായിട്ട് ഹൗസിനകത്തേക്ക് കയറിയപ്പോൾ രേണുസുതിനെ വിളിച്ചോണ്ട് പോകുന്നതാണ് കണ്ടത്. പിന്നെ അപ്പാനിഷത്തിനെ ഡയറക്ട്ലി എവിക്ട് ചെയ്ത് വിടുകയായിരുന്നു. പുലിക്കളിയുടെ ആ ഒരു സംഭവത്തിന് ഇടയ്ക്ക് എവിക്റ്റ് ആയി പോവുകയായിരുന്നു അപ്പാനിഷത്ത്. ഇന്നത്തെ എപ്പിസോഡിനകത്ത് നമ്മൾ കാണാനായിട്ട് പോകുന്നത് ഒരു എവിക്ഷനാണ്. ശൈത്യയാണ് ഈ ആഴ്ച എവിക്റ്റ് ആവാൻ പോകുന്നത്. ശൈത്യയാണ് മൂന്നാമതായിട്ട് എവിക്റ്റ് ആവാനായിട്ട് പോകുന്നത്. വീക്കായിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നു. കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് തന്നെ എവിക്ഷനിൽ ഡേഞ്ചർ സോണിൽ നിന്നിരുന്ന ഒരു കണ്ടസ്റ്റന്റ് തന്നെയാണ് ശൈത്യ. പിന്നെ ശൈത്യയുടെ ഗെയിമും കാര്യങ്ങളും ഒന്നും പ്രേക്ഷകരുമായിട്ട് അങ്ങോട്ട് കണക്ട് ആവുന്നുണ്ടായിരുന്നില്ല. എന്നോട് കാര്യമായിട്ട് ഗെയിം ഒന്നും കളിച്ചിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. ഒരു ഫ്രണ്ട്ഷിപ്പ് കോംബോ പിടിച്ചിട്ടാണ് നിന്നത്. അതുകൊണ്ട് തന്നെ ശൈത്യ സന്തോഷ് ഈ ആഴ്ച പുറത്തേക്ക് പോകും എന്നുള്ളൊരു വാർത്തയാണ് നമ്മളിപ്പോൾ അറിയുന്നത്. എന്തായാലും ഈ ആഴ്ചത്തെ 3 എവിക്ഷൻസും വളരെ മികച്ച എവിക്ഷൻസ് ആണെന്ന് തന്നെ പറയാം. കാരണം അവിടെ നിൽക്കാൻ താല്പര്യമില്ലാത്ത ഒരാളെയും നെഗറ്റീവ് ഗെയിം കളിച്ച ഒരാളെയും പിന്നെ വീക്കായിട്ടുള്ള ഒരാളെയും പുറത്താക്കിയിട്ടുണ്ട്. 3 പേരെ ഈ ആഴ്ച പുറത്താക്കി. ഈ സീസൺ വളരെ അൺപ്രഡിക്റ്റബിൾ ആയിട്ടാണ് പോകുന്നതെന്ന് ഇതിലൂടെ തന്നെ നമുക്ക് മനസ്സിലാവും. കൂടുതൽ വീഡിയോകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.